നമസ്കാരം. റാഫ്റ്റോ മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇവാൻ വുക്കുമനോവിച്ചിനെതിരെ 1 കോടി രൂപയുടെ ഫൈൻ ഇട്ടിരുന്നു എന്ന കാര്യം ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. CAS ബ്ലാസ്റ്റേഴ്സ് അപ്പീലുമായിട്ട് പോയിരുന്നല്ലോ കഴിഞ്ഞ സീസണിലല്ല, അതായത് ഇപ്പൊ കഴിഞ്ഞ സീസണല്ല, അതിന് മുമ്പത്തെ സീസണിൽ ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു FC തമ്മിൽ പ്ലേ ഓഫ് മത്സരം നടന്നപ്പോൾ റഫറിയുടെ തെറ്റായ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ബ്ലാസ്റ്റേഴ്സ് ടീം വാക്ക് ഓഫ് ചെയ്തിരുന്നു. ഇവാൻ വുക്കുമനോവിച്ചാണ് അതിന് നേതൃത്വം കൊടുത്തത്. അദ്ദേഹത്തിന്റെ തീരുമാനപ്രകാരമാണ് വാക്ക് ഓഫ് നടത്തിയത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് AFF ബ്ലാസ്റ്റേഴ്സിനെതിരെയും ഇവാൻ വുക്കുമനോവിച്ചിനെതിരെയും നടപടിയെടുത്തിരുന്നു. അതിനെതിരെയാണ് CAS അപ്പീലുമായിട്ട് പോയത്. അവിടെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇക്കാര്യം ഡിസ്ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇവാൻ വുക്കുമനോവിച്ചിനെതിരെ തങ്ങൾ നടപടിയെടുത്തിരുന്നു, 1 കോടി രൂപ, ഏകദേശം 1 കോടി രൂപയുടെ ഫൈൻ ഇട്ടിരുന്നു എന്നാണ് ബ്ലാസ്റ്റേഴ്സ് CAS ബോധിപ്പിച്ചിരിക്കുന്നത്. അതിപ്പം മാർക്കസ് മർഹുലാവോ തന്റെ ടൈംസ് ഓഫ് ഇന്ത്യയിലെ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് FC imposed a considerable fine of approximately ₹1 crore on coach Ivan Vukumanovich for the walkout against Bengaluru FC last season. The club disclosed in its appeal before the Court of Arbitration for Sport. CAS ബ്ലാസ്റ്റേഴ്സ് അപ്പീൽ കൊടുത്തപ്പോൾ അതിലാണ് ഇക്കാര്യം ഡിസ്ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇവാൻ വുക്കുമനോവിച്ചിനെതിരെ ഏതാണ്ട് 1 കോടി രൂപയുടെ ഫൈൻ ഇട്ടിരുന്നു തങ്ങളെന്ന് ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിൽ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിന്റെ ലേഖനത്തിലുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ അപ്പീൽ തള്ളിപ്പോയി. പക്ഷെ ആ അപ്പീലിലാണ് ഇത് പറയുന്നത്. ക്ലബ്ബ് ഒരു ഇന്റേണൽ ഇൻവെസ്റ്റിഗേഷൻ ഓപ്പൺ ചെയ്യുകയും കോച്ച് ഇവാൻ വുക്കുമനോവിച്ചിന് മേൽ $120,000 ഫൈൻ ആയിട്ട് ചുമത്തുകയും ചെയ്തു. $120,000 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 1 crore Indian rupees, അതാണ് അങ്ങനെ പറയുന്നത്. അത് ക്ലബ്ബ് ഈ ഒരു ഇൻസിഡന്റ് വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്, അതിൽ റിലവന്റ് മെഷേഴ്സ് എടുത്തിട്ടുണ്ട് എന്ന് കാണിക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് ഇക്കാര്യം CAS ഇപ്പം ബോധ്യപ്പെടുത്തിയത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ അപ്പീല് അവിടെ തള്ളിപ്പോവുകയും ചെയ്തു. അങ്ങനെ അപ്പീല് തള്ളിപ്പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്ലാസ്റ്റേഴ്സിനെ AFF ചുമത്തിയിട്ടുള്ള ആ ഒരു പിഴ അടയ്ക്കേണ്ടതുണ്ട്. അതിന്റെ ഡെഡ് ലൈൻ ലാസ്റ്റ് മന്ത് ആയിരുന്നു. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് അതിനു വേണ്ടി ഒരു സ്റ്റാഗേർഡ് പേയ്മെന്റ് നടത്താം എന്ന് പറയുകയും അത് AFF എഗ്രി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുകൂടി മാർക്കസ് മർഹുലാവോ പറയുന്നു. ഏതായാലും ഇവാൻ വുക്കുമനോവിച്ചിനു മേലെ അന്നത്തെ ആ ഒരു വാക്ക് ഓഫ് ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് 1 കോടി രൂപയുടെ ഫൈൻ ചുമത്തിയിട്ടുണ്ടായിരുന്നു, ബ്ലാസ്റ്റേഴ്സ് ചുമത്തിയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.